കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ കേരളത്തിൻ്റെ ഭരണത്തലവനും സംഘപരിവാറിൻ്റെ തലവനും ഒരാളാണോ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ളതാണ്. കാലങ്ങളായി സംഘപരിവാർ അവരുടെ വംശീയ താൽപ്പര്യത്തിൻ്റെ പേരിൽ സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചു പോരുന്ന ആരോപണങ്ങളാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ആവർത്തിച്ചിട്ടുള്ളത്. RSSൻ്റെ അടിസ്ഥാന നയം മുസ്ലിങ്ങളും ക്രൈസ്തവരുമൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രമാണ്. അത് വിചാരധാര വളരെ കൃത്യമായി പറഞ്ഞതാണ്. കഴിഞ്ഞ 100 വർഷക്കാലമായി അതിന് വിധേയമായ കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ച് സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മോഡി ഗവൺമെൻറ്റിൻ്റെ 1ാം വരവോടുകൂടി അത്തരം അജണ്ടകൾ നടപ്പിലാക്കുന്നതിൽ വ്യാപൃതരാണ് എന്ന് മാത്രമല്ല, പ്രതിപക്ഷരഹിതമായിരുന്ന ഇന്ത്യയിൽ അത് വളരെ വ്യാപകമാണ്. അത്തരം രാഷ്ട്രീയ അജണ്ടകൾക്ക് സംഘപരിവാർ താൽപ്പര്യത്തിന് അവസരം നിഷേധിക്കപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു കേരളം. എന്നാൽ മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത പ്രതിസന്ധിയെ മറികടക്കുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ സംഘപരിവാറിൻ്റെ താൽപ്പര്യം പരിരക്ഷിക്കാമെന്ന ഒരു നിലപാടിൽ RSSൻ്റെ വക്താക്കളായി കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ പലരും മാറിയിട്ടുണ്ട്, മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ആശ്ചര്യപ്പെടേണ്ടത് അൻവർ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര MLA ആണ്. അൻവർ പിണറായിയെക്കുറിച്ച് പറഞ്ഞത് പിതൃതുല്യൻ എന്നാണ്. അത്തരം 2 ആളുകൾക്കിടയിലുണ്ടായ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുടെ പേരിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു ജില്ലയെ ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല, RSSൻ്റെ അതേ പദപ്രയോഗം തന്നെ ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നതാണ്. അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്തുമാകട്ടെ, അതല്ല ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നം. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഒരു പതിറ്റാണ്ടിലധികമായി ഇടതുപക്ഷത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പക്ഷപാതപരമായ സമീപനത്തെക്കുറിച്ച് നിരന്തരമായി പറയുന്നവരാണ്. ഒട്ടനവധി വസ്തുതകൾ അതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ ഭരണകൂടം തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, നിർലജ്ജം RSSൻ്റെ താൽപ്പര്യം ആഭ്യന്തര വകുപ്പിലൂടെയും മറ്റ് ഭരണ സംവിധാനത്തിലൂടെയും നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുപോരുന്നത്. ഞാൻ വീണ്ടും അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്ത് അൻവർ ഉന്നയിച്ച പ്രശ്നവും അത്തരം ചില പ്രശ്നങ്ങളാണ്. ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള പ്രശ്നങ്ങളാണ്. അതിന് മലപ്പുറം ജില്ലയും മതന്യൂനപക്ഷങ്ങളും എന്ത് പങ്ക് വഹിച്ചു, എന്ത് തെറ്റ് ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പറയേണ്ടതുണ്ട്. അൻവർ ഉന്നയിച്ചതും അതോടൊപ്പം തന്നെ അൻവർ ഉന്നയിക്കുന്നതിന് മുമ്പ് കേരളത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഞങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങളാണ് മലപ്പുറം ജില്ലയിൽ കൃത്രിമമായി കേസുകൾ സൃഷ്ടിക്കുന്നുവെന്നത്. അത് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. ADGP അജിത് കുമാറിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം പോലീസിൽ സമാന്തരമായി അദ്ദേഹം നിശ്ചയിച്ച നെറ്റ്വർക്കിലൂടെ അത് ചെയ്യുന്നു. അത് കാശ്മീരിനോട് സംഘപരിവാർ സ്വീകരിച്ച സമീപനമുണ്ട്, ആസാമിനോട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനമുണ്ട്, ദ്വീപുകളോട് സ്വീകരിക്കുന്ന സമീപനമുണ്ട്. അതെല്ലാം അവിടെ താമസിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ജാതിയും മതവും നോക്കിയുള്ള സമീപനമാണ്.
സമാനമായ ഒരു സമീപനം മലപ്പുറം ജില്ലയോടും കാലങ്ങളായി അനുവർത്തിച്ചു പോരുന്ന സംഘപരിവാറിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഇത്തരം കേസുകൾ സൃഷ്ടിക്കുന്ന നിലപാട്, അതിന് മുഖ്യമന്ത്രി ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരം കേസുകൾ എടുത്തത്? നമ്മളെല്ലാം വിചാരിച്ചത് മുഖ്യമന്ത്രി അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലെടുത്ത ഇത്തരം കേസുകളിൽ ഒരു പുനരന്വേഷണം ഉണ്ടാകും എന്നൊക്കെയായിരുന്നു. മലപ്പുറം ജില്ല ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തുന്നതിന്, പ്രശ്നബാധിത മേഖലയായി പ്രഖ്യാപിക്കുന്നതിന് സെൻട്രൽ ആഭ്യന്തര വകുപ്പും അനുബന്ധ ഘടകങ്ങളും തീരുമാനിച്ച് നടപ്പിലാക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിക്കുമ്പോൾ അത് പുനർപരിശോധന നടത്തുമെന്ന് പറയാനുള്ള ഒരു ആർജവം, ലവലേശമെങ്കിലും പിണറായിക്കുണ്ട് എന്നാണ് വിശ്വസിച്ചത്. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണ്? RSSൻ്റെ ആ നയ പരിപാടികളെ ഏറ്റെടുത്ത് ഡൽഹിയിൽ പോയി മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ്. മലപ്പുറം ജില്ല വളരെ ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ്, ഹവാല ഇടപാട് മൊത്തം മലപ്പുറം ജില്ലയിലാണ് എന്ന് പറഞ്ഞാൽ, അത്തരം മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തിരിക്കുന്നവരുടെ പട്ടിക പരിശോധിച്ചാൽ മനസ്സിലാവും. RSS നേതാക്കൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്, RV ബാബു സ്വാഗതം ചെയ്തിട്ടുണ്ട്, BJPയുടെ മുൻ വക്താവ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ പറയുന്നത് അനുസരിച്ച് ഇന്നലെ എറണാകുളത്ത് ചേർന്ന BJPയുടെയും സംഘപരിവാറിൻ്റെയും നേതൃയോഗം ഇത് ഒരു ക്യാമ്പയിനായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം സമൂഹത്തെ വിഭജിക്കുന്ന ഒട്ടനവധി നിലപാടുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ധ്രുവീകരണം സൃഷ്ടിച്ച്, അത് മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് നിലനിർത്തുക എന്ന ഒരു അജണ്ട കാലങ്ങളായി മാർക്സിസ്റ്റ് പാർട്ടി അനുവർത്തിച്ചു പോരുന്നുണ്ട്. എനിക്കൊരു പഴയകാല ഓർമ്മ വരുന്നത്, ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് മുസ്ലിം സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സദ്ദാമിന് വേണ്ടി ഫ്ലക്സ് വെക്കുകയും, മറിച്ച് മറ്റൊരു വിഭാഗത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ബുഷിന് വേണ്ടി ഫ്ലക്സ് വെക്കുകയും ചെയ്ത ഒരു നിലപാടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി അന്നത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ചിരുന്നത്. അന്ന് EMS ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഇത്തരം പ്രകടമായ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം പിന്നീട് നമുക്കറിയാം 2005 PS അച്യുതാനന്ദൻ നടത്തിയൊരു പ്രസ്താവന. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? മലപ്പുറം ജില്ലയിൽ കുട്ടികൾ പഠിച്ച് പ്രത്യേകിച്ച് എൻട്രൻസിൽ നല്ല റാങ്ക് കിട്ടി. അത് മലപ്പുറം ജില്ല മുന്നിൽ വന്നപ്പോൾ അന്ന് PS അച്യുതാനന്ദൻ പറഞ്ഞത് കോപ്പി അടിച്ചതാണ്, അന്വേഷണം വേണമെന്നാണ്. പിന്നീട് PS പറഞ്ഞ ചില പ്രഖ്യാപനങ്ങൾ നമുക്ക് ബോധ്യമുണ്ട്. 20 കൊല്ലം കൊണ്ട് കേരളം ഒരു മുസ്ലിം സ്റ്റേറ്റായി മാറാൻ പോകുന്നു, അതിനുവേണ്ടി വമ്പിച്ച തരത്തിൽ പണം കൊടുത്തുകൊണ്ട് ഇവിടെ മതം മാറ്റം നടക്കുന്നുവെന്ന് പറഞ്ഞു. PS അച്യുതാനന്ദനാണ് പറഞ്ഞത്. അന്നും ഇതുപോലെ സംഘപരിവാർ ബന്ധമുള്ളൊരു ഉദ്യോഗസ്ഥൻ എഴുതി കൊടുത്തത് പറഞ്ഞതാണ് എന്നാണ് സ്വകാര്യ സംഭാഷണത്തിൽ ചില CPM നേതാക്കൾ പിന്നീട് വിശദീകരിച്ചത്. അതുതന്നെയാണ് ഇപ്പോൾ അജിത് കുമാർ എഴുതി കൊടുക്കുന്നത്. ഇനി എന്താ ഇവിടെ വരാൻ പോകുന്നത്? സെൻട്രൽ ഏജൻസികൾ വരട്ടെ. പക്ഷേ സെൻട്രൽ ഏജൻസികളുടെ സ്ഥിതി എന്താണ്? അടുത്ത കാലത്ത് കോടതിക്ക് പോലും, സുപ്രീം കോടതിക്ക് പോലും ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് EDയുടെ അന്വേഷണ സ്വഭാവത്തെക്കുറിച്ച്. ഇവിടെ RSSൻ്റെ അജണ്ട ഏറ്റെടുത്ത് നടപ്പിലാക്കാത്ത മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രതിഷേധിക്കുന്നവരെയും അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി വരുതിയിലാക്കുന്ന ഒരു നിലപാട് തുടർന്നു പോരുന്നുണ്ട്. അതിന് വിധേയനാകാത്ത ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. അതിൻ്റെ കാരണം വളരെ ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് തീർത്തും വിശ്വാസയോഗ്യമല്ലാത്ത ഏജൻസികളാണ്, അഥവാ RSSൻ്റെ ഉപകരണമായി വർത്തിക്കുന്ന ഏജൻസികളാണ് ED ഉൾപ്പെടെയുള്ളത് എന്ന് ഇന്ത്യയുടെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവരടുത്ത കേസ് പോലും എത്തരത്തിൽ ആർക്കെതിരെയാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത്തരം കേന്ദ്ര ഏജൻസികളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മലപ്പുറത്തിനെതിരെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ താൻ അകപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധി. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു,
പിണറായി വിജയന് മുമ്പും ആഭ്യന്തര വകുപ്പിൽ പ്രശ്നങ്ങളുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് മുമ്പും ആഭ്യന്തര വകുപ്പിൽ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത്ര പ്രകടമായി RSSൻ്റെ അജണ്ട അങ്ങനെ തന്നെ നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിനെതിരെ 240 കേസുണ്ടെന്നാണ്. ഞങ്ങൾ ആ പട്ടിക ഞാൻ ചുമന്ന് പരിശോധിച്ചു. 308 ഉണ്ട്, 307 ഉണ്ട്, SC/ST ആക്ട് അനുസരിച്ചുള്ള കേസുണ്ട്, പൊതുമുതൽ നശിപ്പിച്ചുള്ള കേസുണ്ട്. അതിൻ്റെ വിശദമായ കാര്യം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത് ഇത്രത്തോളം കേസുണ്ട് അദ്ദേഹത്തിനെതിരെ. അതിൽ ഹവാല കേസില്ലേ, BJP നേതാക്കൾക്കെതിരെ കുഴൽപ്പണ കേസ് വന്നിട്ടില്ലേ? നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ അവിടെ 2 കൊലപാതകങ്ങൾ ദാരുണമായി സംഭവിച്ചതിന് ശേഷം 300 മീറ്റർ തകർക്കാൻ പ്രാപ്തിയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി പോലീസ്. ആ കേസ് എവിടെ പോയി? അങ്ങനത്തെ 100 കണക്കിന് സംഭവങ്ങൾ കേരളത്തിൽ വിശദീകരിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ RSS ബന്ധപ്പെട്ട RSS പ്രവർത്തകർക്ക് ബന്ധമുള്ള കേസുകളിൽ ഇത്തരം വിട്ടുവീഴ്ചകൾ പ്രകടമാണ്. നിങ്ങൾ അന്വേഷിക്കണം സുരേന്ദ്രൻ്റെ കേസിൻ്റെ സ്ഥിതി എന്താണെന്ന്. സുരേന്ദ്രൻ കൊടുത്ത സത്യവാങ്മൂലമാണ് ഇത്രയും കേസുണ്ട് എന്നത് മാധ്യമങ്ങളെന്ന് വാർത്തയാക്കി. ഈ കേസിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ്? FIR സുരേന്ദ്രൻ്റെ പേരുണ്ടോ? കോടതി രേഖകളിൽ പേരുണ്ടോ? അദ്ദേഹം ജാമ്യമെടുത്ത എത്ര കേസുകളുണ്ട്? ഇത് മാധ്യമങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. എത്ര പക്ഷപാതപരമായിട്ടാണ് സ്റ്റേറ്റ് ആഭ്യന്തര വകുപ്പ് ഇത്തരം കാര്യങ്ങളെ സമീപിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ പറ്റുന്ന ഒരൊറ്റ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 100 കണക്കിന് സംഗതികൾ ഇവിടെ ബോധ്യപ്പെടുത്താൻ സാധ്യമാകും. പ്രകടമായി പക്ഷപാതപരമായൊരു പെരുമാറ്റമാണ്. ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ലേബലിൽ പിണറായിയെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായി അറിയാം. പിണറായി ഒരു കാലത്ത് നട്ടലുള്ളൊരു നേതാവായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ അവിശ്വസിക്കുന്നില്ല. അന്നും ജനസംഘം ഉൾപ്പെടെയുള്ളതായിട്ട് രാഷ്ട്രീയ ബന്ധമുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് എന്താ കണ്ടുവരുന്നത്? ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ AK ബാലൻ എന്ന് പറഞ്ഞത് അൻവറിന് പിന്നിൽ ആരൊക്കെയാണ് എന്നാണ്. STP പിന്നെ AK എന്തോ കുറെ പറഞ്ഞു. അരി എത്ര പയറഞ്ഞാഴിയെന്നാണ്. വളരെ കൃത്യമാണ് ചോദ്യം. ആഭ്യന്തര വകുപ്പിൻ്റെ വഴിവിട്ട പ്രവർത്തനം, ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനം, ദളിത് വിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെ സാധാരണക്കാർക്കെതിരുള്ള നിലപാടുകൾ, ഇത്തരം കാര്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു? ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥരുടെ എന്ത് നിലപാട് സ്വീകരിച്ചു? വളരെ കൃത്യമാണ് ചോദ്യം. ഇത് CPI ചോദിക്കുന്നുണ്ട്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ആംബുലൻസിൽ വരാൻ, ഒന്ന് കലക്കീന് മാത്രമല്ല ആംബുലൻസിൽ വരാൻ സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ്? കൃത്യമായ ചോദ്യമാണ്. ഇങ്ങനെ ഒട്ടനവധി രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരത്തിനനുസരിച്ച് മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയും അതോടൊപ്പം ഇടതുപക്ഷ നേതാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ ഭരണ നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും ഒന്നാണ് എന്ന് സാക്ഷ്യപ്പെടുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ്, നിലപാടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് പരിഹരിക്കാൻ പറ്റാത്തൊരു ആഘാതമാണ് കേരളത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് വലിയ സംഘപരിവാർ ക്യാമ്പയിനായി ഏറ്റെടുത്തു. വളരെ സൗഹൃദത്തോടെ ജീവിക്കുന്ന കേരളത്തിൽ ഇവിടെ ഫാഷിസ്റ്റ് ദുസ്വാധീനത്തെ ജനാധിപത്യപരമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവിക രാഷ്ട്രീയ ബോധത്തെ വലിയ ആഘാതമാണ് മുഖ്യമന്ത്രി നിലപാട് ഏൽപ്പിച്ചിട്ടുള്ളത്. കാരണം ഒരു സമൂഹം തെറ്റിദ്ധരിക്കുകയാണ്. മതം നോക്കി, ജാതി നോക്കി, പ്രദേശം നോക്കി, സംസ്കാരം നോക്കി കേസെടുക്കുന്ന, സമീപിക്കുന്ന ഈ ഒരു നിലപാടിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരും. ജാതിമത സമൂഹങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള, പരസ്പരം സൗഹൃദത്തോടെ ജീവിക്കുന്ന കേരളത്തിൻ്റെ പുതിയ തലമുറ ഇത്തരം മുഖ്യമന്ത്രിയെപ്പോലുള്ളവർ, പിണറായിയെപ്പോലുള്ളവർ പറയുന്ന വാക്കുകൾ തെറ്റിദ്ധരിച്ച് ഒരു രാഷ്ട്രീയ ചിന്ത കേരളത്തിൽ വളർത്തിയാൽ അത് ഫാഷിസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് പിണറായിയെ തിരുത്താൻ പാർട്ടി തയ്യാറാകണം. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ 2ാം വരവോടുകൂടി വലിയ ആഘാതം ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പിണറായി ഉൾപ്പെടെയുള്ളവർ അതിൽ മൗനാനുവാദം കൊടുത്തിട്ടുണ്ട്. മറ്റൊറ്റ കാര്യം കൂടി, സ്വർണ്ണക്കടത്താണ് ചർച്ച വന്നത്. സ്വർണ്ണക്കടത്ത് അന്വേഷിക്കണം. അത് ഏത് ഗ്രൂപ്പിന് പോയി അന്വേഷിക്കണം. അത് പിണറായി ഇന്നലെ പറയേണ്ട കാര്യമല്ല.
8 വർഷമായി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ആർജവത്തോടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയണം, ഇത്ര കേസെടുത്തിട്ടുണ്ട്, ഇന്ന ഗ്രൂപ്പുകൾക്കെതിരെയാണ്, ഫണ്ട് പോയത് ഇന്ന സ്ഥലത്തേക്കാണ്, വളരെ കൃത്യമായി പറയാം. പക്ഷെ ഇവിടെ ഒരു നയതന്ത്ര സ്വർണ്ണക്കടത്തുണ്ട്. ആരാ അദ്ദേഹത്തിൻ്റെ ആരോപണം ഉന്നയിച്ചത്? സ്വപ്ന സുരേഷാണ്. എന്താ അവർ പറഞ്ഞത്? ഞാനും ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനും നിരന്തരം 7 മണിക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിൽ പോകുമായിരുന്നു. എന്നിട്ടോ അവർ പറഞ്ഞു, സംശയമുണ്ടെങ്കിൽ അവിടുത്തെ ക്യാമറ പരിശോധിക്കണം. മിന്നലേറ്റ് ക്യാമറ പോയി. സെക്രട്ടേറിയറ്റിൻ്റെ അകത്തളത്തിൽ മാത്രം, മുഖ്യമന്ത്രി ഓഫീസിൽ മാത്രം അങ്ങനെ മിന്നലേൽക്കുന്ന ഒരു പ്രത്യേകത കുറച്ച് കാലമായിട്ട് കേരളത്തിലുണ്ട്. ഞാൻ പറയുന്നത് അത് വഴിതിരിച്ചു വിടുകയാണ്. വളരെ ഇന്ന് AK ബാലൻ പറഞ്ഞ കമലയും പിന്നെ പിണറായിയുടെ മകളുമാണ് മൊത്തം സ്വർണം കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ. ഇപ്പം എങ്ങോട്ടാ പോയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേന. ആ ചോദ്യത്തിന് മറുപടി പറയട്ടെ. 30 കിലോ സ്വർണം കൊണ്ടുവന്നു, നയതന്ത്ര ബാഗേജ് അതിന് ഉപയോഗപ്പെടുത്തി, അതിൽ പിണറായിക്ക് പങ്കുണ്ട്, കുടുംബത്തിന് പങ്കുണ്ട്, ഇന്ന സ്ഥലം മീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആരോപണം ഉന്നയിച്ച ആളെ കേരളത്തിൽ നിന്നും നാട് കടത്താൻ സഹായിച്ചത് വിശ്വസ്തനായ ADGP അജിത്കുമാറാണ് എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൽ ആർക്കാ ബോധ്യം വരാത്തത്? അപ്പം അതുകൊണ്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ. പക്ഷേ ഇത്തരം ഒരു അപകടകരമായ ധ്രുവീകരണം, തിരുത്താൻ കഴിയാത്ത ഒരു ധ്രുവീകരണത്തിലൂടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാമെന്ന പിണറായിയുടെ നിലപാട് അപകടകരമാണ്. ഇതാണ് പശ്ചിമബംഗാൾ പരീക്ഷിച്ചത്. പശ്ചിമബംഗാൾ തകർന്നു. അതുകൊണ്ട് CPM-നൊന്നും ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതൃത്വമില്ല. പക്ഷേ നിലവിലുള്ള നേതൃത്വമെങ്കിലും പിണറായിയെ പോലുള്ളവരെ തിരുത്താൻ സന്നദ്ധമായിട്ടില്ലെങ്കിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും, കേരളവും വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എത്ര കിലോ സ്വർണം പിടിച്ചെന്നും എത്ര രൂപയുടെ ഹവാല ഇടപാട് നടത്തിയെന്നുള്ള കണക്ക് സഹിതമാണ് മുഖ്യമന്ത്രി മലപ്പുറത്തെ പറ്റി പറഞ്ഞത്. അപ്പോൾ അത് ഒരു കണക്ക് തന്നെ നിരത്തുമ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, മുഖ്യമന്ത്രി പറഞ്ഞ കണക്കിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പണത്തിൻ്റെ അതല്ല പ്രശ്നം ഇവിടെ. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആളുകൾ ഏതൊക്കെ ജില്ലക്കാരാ? അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ എന്നാണ് പറഞ്ഞത്. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പിടിച്ചു എന്നല്ല പറഞ്ഞത്, മലപ്പുറം ജില്ലയിൽ എന്നാ പറഞ്ഞത്. അത് വളരെ കൃത്യമാണല്ലോ. മുഖ്യമന്ത്രി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലോ പ്രസംഗത്തിലോ ഒരു അബദ്ധ പ്രയോഗം നടത്താത്ത ഒരാളാണ്. ക്ഷോഭിക്കുമ്പോൾ എന്തെങ്കിലും പറയുന്നു എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയിൽ ഓരോ പ്രയോഗത്തിൻ്റെയും അർത്ഥവ്യാപ്തി ആർക്കാ മനസ്സിലാകാത്തത്? വളരെ ആലോചിച്ചുറപ്പിച്ച് കാര്യങ്ങൾ പറയുന്നൊരു നേതാവ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആർക്കാ തിരിയാത്തത്? അദ്ദേഹം സ്വർണ്ണക്കടത്ത് അത് പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷെ അത് പറയേണ്ടത് അൻവറിൻ്റെ മറുപടി ആയിട്ടായിരുന്നില്ല പറയേണ്ടത്, ഓരോ സന്ദർഭത്തിലും പറയണമായിരുന്നു. മറ്റൊന്ന്, എത്ര ജില്ലകളിലേക്ക് വരുന്നതാണ്, ആരൊക്കെയാണ്, ആർക്കാണ് കൊടുത്തത്, അത് പറയണം. കേവലം നിരുത്തരവാദപരമായൊരു ആരോപണം ഉന്നയിക്കുകയോ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞു എന്ന് പറയുകയോ ചെയ്യുമ്പോൾ അതേ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് പിണറായി മറുപടി പറയേണ്ടതുണ്ട്. ED കേസിനെ കുറിച്ചുണ്ട്, അത് സഹകരണ ബാങ്കിൻ്റെ അഴിമതിയെക്കുറിച്ച് മറുപടി പറയണം. ഫ്ലാറ്റുമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. കേന്ദ്ര ഏജൻസികൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് ചേർത്ത് മറുപടി പറയണം. അപ്പം കേന്ദ്ര ഏജൻസികളെ വിശ്വാസത്തിലെടുത്താണ് കേരള ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഞങ്ങൾക്ക് സ്വീകാര്യമായെന്ന് പിണറായി പറയണം. നമുക്കൊരു തർക്കമില്ല കാര്യത്തിൽ. കാടടച്ച് വെടിവെക്കുന്നതിൻ്റെ രാഷ്ട്രീയ ലാഭം, അതിനപ്പുറത്തൊരു ചിന്തയും അതിൽ അദ്ദേഹത്തിനില്ല. മാത്രമല്ല ഈ വിഷയം വഴിതിരിച്ചു വിടുകയാണ്. ഇപ്പോൾ കാരണം എന്താ അറിയോ, ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോൾ ഒരു അടുത്ത കാലത്തിന് മുമ്പ് BJP സർക്കാർ കേന്ദ്രത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കേരളത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഡിസംബർ 6 വന്നാൽ, ഓഗസ്റ്റ് 15 വന്നാൽ, റിപ്പബ്ലിക് ഡേ വന്നാൽ ഒരാഴ്ച മുമ്പ് പത്രമാധ്യമങ്ങൾ ഒരു വാർത്ത കൊടുക്കും. എന്താണ്? അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട്. എന്താ വാർത്ത? ആയുധമായി കപ്പൽ വരുന്നു. മിനിമം ഒരു 20 കൊല്ലം അങ്ങനെ കപ്പൽ വന്നു എന്ന് എഴുതി. ഇപ്പം എവിടെ കപ്പലിൻ്റെ? എവിടെയെങ്കിലും കപ്പൽ പിടിച്ചോ? കണ്ടെയ്നറിൽ ഹവാല കൊച്ചിയിൽ വന്നിങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞു. എന്താ ഇവിടെ ഒരു സംവിധാനമില്ലേ? ഇങ്ങനെ ദുരൂഹതയുള്ള ചില വാർത്തകൾ ഏജൻസികളിലൂടെ ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ട് കേരളത്തെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി. അതിൻ്റെ രാഷ്ട്രീയ ലാഭം ആർക്കാ? തീർച്ചയായിട്ടും അത് സംഘപരിവാറിനാണ്. ഇവിടെ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ സംശയിപ്പിക്കുന്ന നിലപാട് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചു.
ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, ഇവിടെ മദ്രസ അധ്യാപകർക്ക് 25,000 രൂപ ശമ്പളം സർക്കാരിൽ നിന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വ്യാജ പ്രചരണം ഉണ്ടായപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായി പ്രചരിച്ചു. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് നാമമാത്ര വിശദീകരണം ഉണ്ടായത്. ആർക്കും അന്വേഷിക്കാലോ, എവിടെയെങ്കിലും ഒരധ്യാപകനെങ്കിലും 25 രൂപ കൊടുക്കുന്നുണ്ടോ എന്ന്. അപ്പം എന്താണ് അതിനു മുമ്പ് നമുക്കറിയാം, അമീർ ഹസൻ കുഞ്ഞാലി കേരളം ഭരിക്കുമെന്ന് പറഞ്ഞതാരാ? കോടിയേരി സഖാവാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ സന്ദേശം? അപ്പം ഇത്തരം ദുരൂഹതകൾ സൃഷ്ടിച്ച് സമുദായങ്ങളെ സംഘർഷത്തിൽ നിർത്തി വോട്ട് ബാങ്ക് നിലനിർത്താൻ ഇപ്പോൾ കളിക്കുന്നത് RSSുമായി ഐക്യപ്പെട്ടുകൊണ്ട് തുടർ ഭരണത്തിലുള്ള കളമൊരുക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പക്ഷേ BJPയുമായുള്ള ഒരു പ്രകടമായ ധാരണ പോലും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പിണറായിയുടെ ഇപ്പോഴത്തെ നിലപാടിൽ അനുമാനിക്കാൻ കഴിയുന്നത്. ഈ കോഴിക്കോട് എയർപോർട്ട് മലപ്പുറം ജില്ലയിലാണുള്ളത്. ഒരു സ്ഥലത്ത് പിടിക്കുന്ന കേസ് അവിടെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുക. സ്വാഭാവികമായും കോഴിക്കോട് എയർപോർട്ടിൽ എത്തുന്നത് മലപ്പുറത്താണ്. ഈ സ്വർണ്ണം എത്തുന്നത് അവിടെ നിന്നാണ് പിടിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് മലപ്പുറം എയർപോർട്ടിലാണ്. രജിസ്റ്റർ ചെയ്യുന്നത് അവിടെയാണ്. അതിൽ പിന്നെ എന്താണ് ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചെന്നുള്ളൊരു വാദത്തിലേക്ക് പോകേണ്ട കാര്യം? ഇപ്പം നമ്മളെ ഗുജറാത്തിൽ അദാനിയുടെ പോർട്ടിൽ 25,000 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ച വാർത്ത 3 മാസം പോകുന്നു. അപ്പം എന്താ, ഇന്ന പോർട്ടിൽ നിന്ന് പിടിച്ചു എന്നാണ് വരിക, ഗുജറാത്തിൽ നിന്ന് പിടിച്ചു എന്നല്ല പറയുക. നിങ്ങൾ വാർത്ത കൊടുക്കുന്നവരാണല്ലോ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പിടിച്ചു എന്നല്ല പറയുക, അല്ലേ? ആയിക്കോട്ടെ, അതാണ് അവിടെ നമ്മൾ അവിടെയും ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്. എല്ലാ എയർപോർട്ടുകളിലും കസ്റ്റംസ് ആണ് പിടിക്കുന്നത്. കോഴിക്കോട് എയർപോർട്ടിൽ അത് പോലീസാണ് പിടിക്കുന്നത്. അല്ല, ഓക്കെ, ഞാൻ പറഞ്ഞത് അല്ല, അവിടെ ഞാൻ പറയുകയോ എന്തുകൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഈ എയർപോർട്ട് പുറത്ത് ഒന്നും പിടിക്കുന്നില്ല? അല്ല, ഞാൻ ഒറ്റ കാര്യം, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പുറത്തൊന്നും പിടിക്കുന്നില്ല, തിരുവനന്തപുരത്ത് പിടിക്കുന്നില്ല, കണ്ണൂരും പിടിക്കുന്നില്ല, മലപ്പുറത്ത് മാത്രമെന്ന് പറഞ്ഞാൽ അപ്പം അതിലും എന്തൊരു അവിഹിതമുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ല പിടിക്കണം, ഞാൻ പറയുന്നത് പിടിക്കണം. ഇത് പിടിച്ചിട്ട് ഇപ്പം മലപ്പുറം ജില്ലയിൽ എന്നല്ല അതിനെക്കുറിച്ച് പറയേണ്ടത്. നമ്മുടെ സാമാന്യ യുക്തിയുണ്ടല്ലോ. ആ കേസിലും അതും നമ്മൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്യണമെന്ന്. മലപ്പുറം ജില്ലയിൽ ഇവിടെ ADGPയുടെ താല്പര്യം അഥവാ RSSന്റെ താല്പര്യം അനുസരിച്ച്, കാരണം ഇപ്പോൾ ടൈംസ് നൗ ആണെന്ന് തോന്നുന്നു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എന്താണ്, 10 ജില്ലകൾ പ്രശ്നബാധിത ജില്ലകൾ ഇന്ത്യയിൽ, അതിൽ 9ാമത്തെ ജില്ല മലപ്പുറം ജില്ലയായി. അതിന് പറഞ്ഞ് ഈ കേസിൻ്റെ കണക്കാണ്, നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. ഈ കേസിൻ്റെ കണക്കാണ് പറയുന്നത്. ഏത് ഈ കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ ഈ അജിത് കുമാറിൻ്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനം എടുത്ത കേസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ പ്രശ്നവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഘപരിവാറിൻ്റെ പർവ്വതീകരണത്തിന് സാക്ഷ്യപ്പെടുത്തലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എന്നാൽ അതിൽ കൃത്യമായി പറയാം, കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് അങ്ങനെയല്ല പറയേണ്ടത്. അവിടെ കൃത്യമായൊരു അജണ്ട മുഖ്യമന്ത്രി, അയാൾ അങ്ങനെ മുഖ്യമന്ത്രി അബദ്ധ പ്രയോഗം നടത്തുമെന്നൊരു വിശ്വാസവും ഇതുവരെ നമുക്കില്ല. ഒരു സംശയമില്ല, പിടിക്കുകയും ചെയ്യണം. അത് എത്തുന്നത് ഈ മലപ്പുറം ജില്ലയിലുള്ള കോഴിക്കോട് എയർപോർട്ടിലാണ്, കാലിക്കറ്റ് എയർപോർട്ടിലാണ്. അതിൽ എയർപോർട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന സമയത്താണ് പോലീസ് ഈ സ്വർണ്ണം പിടിക്കുന്നത്. ആ കേസ് ആ സ്റ്റേഷനുകളിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെ നിന്നാണ് അതിന്റെ ബാക്കി നടപടികളൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ പിന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് ഇവിടെയാണ്. ഈ പോലീസ് നടപടിയാണല്ലോ PV അൻവറിനെ ഉൾപ്പെടെ പ്രകോപിപ്പിക്കുന്നത് നിങ്ങളെ. പക്ഷെ ആ കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ പ്രകാരം പറയുമ്പോൾ എന്താണ്, അത് കള്ളക്കടത്ത് സ്വർണ്ണമാണ്. ഇവിടെ നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നുണ്ടാണ്, അന്വേഷിക്കണം, വളരെ കൃത്യമായ അന്വേഷണം നടക്കട്ടെ. ഞാൻ ഇത് മാത്രമല്ല, കമലയ്ക്ക് പോയോ, അതോടൊപ്പം നയന്ത്ര ബാഗിൽ വന്ന് 30 കിലോ എന്തായി, അതെവിടെ പോയി, അതെല്ലാം അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞ അല്ല, മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസ് CBI ഇപ്പൊ ലാവ്ലിൻ കേസിന്റെ വിധി സ്ഥിതി നമുക്കറിയാലോ. പിണറായിക്കെതിരെ സെൻട്രൽ ഏജൻസി എവിടം വരെ പോകും നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. കാരണം ഒരു നിലയിൽ ഒരടി മുന്നോട്ട് പോലെ പിണറായിനെ വെച്ച് കേരളത്തെ ഫാഷിസ്റ്റ് വൽക്കരിച്ച് സംഘപരിവാർ ഭരിക്കാൻ ഇവിടെ അവർ അജണ്ട നിശ്ചയിച്ചിട്ടുണ്ട്. അത് പിണറായി വെച്ച് നടപ്പിലാക്കുകയാണ്. ഞാൻ പറഞ്ഞ ഏത് സംഗതിയും അതിൽ മുഖ്യമന്ത്രി പറയണം, ഇന്ന തീവ്രവാദികൾക്ക് പോയി, ഇന്ന തീവ്രവാദ ഗ്രൂപ്പിന് പോയി, ഇന്ന ആളുകൾക്ക് ഇത് പോയിട്ടുണ്ട്, അത് കൃത്യമായി പറയട്ടെ. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലവും
നമുക്കൊക്കെ സാമാന്യ ബോധ്യമുണ്ടല്ലോ. ആ ഒരു പശ്ചാത്തലവും സംഘപരിവാർ നിരന്തരമായി പറയുന്ന പ്രയോഗവും സെൻട്രൽ ആഭ്യന്തര വകുപ്പ് മലപ്പുറം ജില്ലയെ പ്രശ്നവൽക്കരിക്കുന്നതിന് കേസുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി കൊടുത്ത നിർദ്ദേശം സ്റ്റേറ്റ് ആഭ്യന്തരം നടപ്പിലാക്കുന്നതും അതിന് ദേശീയ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കും, സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നതും അങ്ങ് ഡൽഹിയിൽ ഞാൻ പറയുന്നത് ഒരു ദേശീയ മാധ്യമത്തിന് അത്ര അഭിമുഖം കൊടുത്തു. ഞാൻ ചോദിക്കും, കേരളത്തിൽ സംവദിക്കാം മുഖ്യമന്ത്രിക്ക്? ഇതുവരെ കേരളത്തിൽ പറഞ്ഞിട്ടില്ല. കേരളീയർ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണല്ലോ അത്. അതിൽ ഹിഡൻ അജണ്ടയുണ്ട് എന്ന് സാമാന്യ യുക്തിയുള്ളവർക്ക്, നാടൻ ഭാഷയിൽ ആഹാരം കഴിക്കുന്നവർക്ക് ബോധ്യം വരുന്നതാണ്. മാത്രമല്ല CPI നേതാക്കളുടെ ആവർത്തനമാണിത്. മലപ്പുറം ജില്ലയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിള്ളേർ പഠിച്ച് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിച്ച് ജയിക്കുമ്പോൾ റാങ്ക് കിട്ടുമ്പോൾ കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു CPM-ന്. സമാനമായ പലതും പറഞ്ഞുണ്ട്. അപ്പം അത് ആ ഒരു അനുഭവം കൂടിയുണ്ട്. വോട്ട് ബാങ്കിന് വേണ്ടി പറയുന്ന ഒരു മെയ്വഴക്കമുള്ളവരാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇല്ല, അതെന്താ അറിയാം, നമ്മൾ പറയുന്നത് അറിയോ, അത് കാരണം RSS പറയുന്ന പദപ്രയോഗങ്ങളും പ്രചരണങ്ങളും ഏറ്റെടുത്തു എന്നതുകൊണ്ടാണ്. പാലക്കാട് ജില്ല ആന ചെരിഞ്ഞതിനെ സംബന്ധിച്ച് എന്താണ് അന്നത്തെ മേനകാഗാന്ധി പറഞ്ഞു, നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ, മാധ്യമങ്ങൾ ചർച്ച ചെയ്തല്ലോ. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ് സ്ഥിരമായി പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, തെറ്റായ പ്രചരണമാണെങ്കിലും. അല്ല, ഞാൻ പറയുന്നത് നിരന്തരമായി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ പറയുന്നതിനെ ഞാൻ ഇതൊക്കെ ഈ കടകംപള്ളി കഴിഞ്ഞ ക്യാബിനറ്റിലുണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് വോട്ട് കിട്ടാപ്പോൾ കടകംപള്ളി പറഞ്ഞണ്ട, അതൊരു പ്രത്യേക തീവ്രവാദ കേന്ദ്രമാണ് മലപ്പുറം, മതമൗലികവാദികളുടെ ജില്ലയാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യാതിരുന്നെന്ന, അവർക്കൊരു മതമൗലികത ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് കടകംപള്ളിയല്ലേ പറഞ്ഞത്. സമാനമായി വിജയരാഘവൻ പറഞ്ഞില്ലേ? അല്ല, ഞാൻ അവിടെ ഭൂരിപക്ഷം ആർക്കാ? അത് അല്ല, അങ്ങനെ അത് പറയാൻ പാടില്ല നമ്മൾ പറയുന്നത്. പിണറായിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ കടകംപള്ളിയെ പോലുള്ള ഒരാൾ, അല്ലെങ്കിൽ വിജയരാഘവനെ പോലുള്ള ഒരാൾ അത്തരം പദപ്രയോഗം നടത്താൻ പാടില്ല, അത്തരം ധ്രുവീകരണം നടത്താൻ പാടില്ല. അങ്ങനെയല്ല പ്രശ്നം, അങ്ങനെ പറയരുത്. എങ്ങനെ മലപ്പുറത്താരെ വോട്ട് ചെയ്തില്ല എന്ന് പറയാം? അവർ പ്രത്യേക മതമൗലികവാദികൾ അവർ ചെയ്തില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താ? ആ സ്ഥാനത്ത് മറ്റൊരിടത്ത് പാലായിൽ തോറ്റാ പറയോ, വേറൊരു തോറ്റാ പറയോ? അല്ല. അപ്പൊ എന്താ RSSന്റെ അജണ്ട ഏറ്റെടുത്ത് പറഞ്ഞാൽ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന തെറ്റായ ധാരണ ഇത്തരം രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്. അതാണ് പ്രശ്നം. ഇങ്ങനെ പ്രകോപിതരാകേണ്ട കാര്യം എന്താണ് ഞാൻ ചോദിക്കുന്നത്? മുസ്ലിം വിഭാഗങ്ങളിലെ മുസ്ലിം നാമധാരികൾ കടത്തിയ സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ എന്നൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് മുസ്ലിം നാമധാരികളെ കടത്തിയത് പറഞ്ഞാൽ പ്രശ്നമില്ല. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ എത്ര കേസ് ഇവിടെ നിയമവിരുദ്ധ പ്രവർത്തനം, കള്ളക്കടത്ത്, ഹവാല, മയക്കുമരുന്ന്, എൻ്റെ അഭിപ്രായത്തിൽ മദ്യപാനം ഉൾപ്പെടെ, എൻ്റെ വ്യക്തിപരമായതാണ്, ഇത്തരം എന്നിട്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന സാമൂഹ്യ തിന്മകളും ദേശവിരുദ്ധവും നിയമവിരുദ്ധ പ്രവർത്തനം, അത് ജാതി മതം നോക്കരുത്. പക്ഷെ അത് നോക്കുന്നൊരു സംഘപരിവാർ ഗവൺമെൻറ്റും ഒരു മതസമൂഹത്തെ അപരവൽക്കരിക്കൽ മാത്രം അജണ്ടയായി കണ്ട RSSും അതിൻ്റെ സ്വാധീന വലയത്തിൽ ഒരു സാംസ്കാരിക തലവും ഒരു സാംസ്കാരിക തലവുമുള്ള ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അതിനെ പ്രതിരോധിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ പ്രചരണം ഏറ്റെടുത്തുന്ന ഒറ്റ പ്രശ്നമുള്ളൂ. അതല്ലല്ലോ പറഞ്ഞത്, കോപ്പി അടിച്ചു എന്നാ പറഞ്ഞത്. എൻട്രൻസ് എഴുതി അല്ലല്ല, എൻട്രൻസ് എഴുതി അതല്ല ഞാൻ പറഞ്ഞത് അതല്ല. പക്ഷേ അതല്ലല്ലോ പ്രശ്നം, അതല്ല പ്രശ്നം. അതൊരു വസ്തുതയാണ്, അത് റിയലി അത് രേഖയുള്ള സംഗതിയാണ്. പക്ഷെ അങ്ങനെ ജയിച്ചവരെ സംബന്ധിച്ച് കോപ്പി അടിച്ച് ജയിച്ചതാണെന്ന് പറയില്ല പ്രശ്നം. അല്ല, അത് ഇവിടെ എങ്ങനെ VS അച്യുതാനന്ദന സുഹൃത്ത് പറഞ്ഞ മുഖ്യമന്ത്രി ഇദ്ദേഹം മാത്രമല്ല, CPM-ന്റെ മുതിർന്ന നേതാക്കൾ പൊതുവെ മലപ്പുറം ജില്ലയെ അവഹേളിക്കുന്നു, മുസ്ലിം വിഭാഗത്തെ അവഹേളിക്കുന്നതാണ്. ഞാൻ ചോദിച്ച ചോദ്യം, SSLC-ക്കും +2-നും ഡിഗ്രിക്കും ഏറ്റവും കൂടുതൽ വിജയ ശതമാനം മലപ്പുറത്തുണ്ടായാൽ അത് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം പറഞ്ഞാൽ നാളെ സംഘപരിവാർ അത് ഏറ്റെടുക്കും. മുസ്ലിങ്ങൾക്ക് എന്തോ അല്ല, അതിലെ ഞാൻ പറയാം, അതറിയോ, നിങ്ങളൊരു യാന്ത്രിക ചോദ്യം അത്. കാരണം നമ്മുടെ നാട്ടിൽ അല്ല, അത് വസ്തുതകളാണ്. അല്ല, മലപ്പുറം ജില്ലയെക്കുറിച്ച് പരാമർശിക്കരുന്നതല്ല നമ്മുടെ വിഷയം. ഇവിടെ RSS നിരന്തരമായി പറയുന്ന
ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകൾ, ഇപ്പോൾ സുരേന്ദ്രൻ ഉൾപ്പെടെ നിരന്തരമായി പറയുന്ന, ഓർഗനൈസർ എഴുതിക്കൊണ്ടിരിക്കുന്ന, അവരുടെ ക്യാമ്പയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അജണ്ട, ഒരാശയം, അത് മുഖ്യമന്ത്രിയെ പോലുള്ളവർ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നു എന്നതാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കടകംപള്ളി സുരേന്ദ്രൻ വോട്ട് കിട്ടാതെ പറഞ്ഞൊരു സംഗതി മതമൗലികവാദികൾ ജില്ല. മറ്റൊന്ന്, ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വന്നു, ഇരകളായ മുഴുവൻ ആളുകൾ സമരം നടത്തി. അന്നാണ് വിജയരാഘവൻ പറഞ്ഞത് ഇത് തീവ്രവാദികളുടെ സമരമാണ് എന്ന്. ആ മലപ്പുറത്താ നടക്കുന്ന എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു ട്രെയിനിൽ ബോംബ് വെച്ച സംഭവം ഉണ്ടായി കോഴിക്കോട്. എന്താ ADGP പറഞ്ഞെന്നറിയാമെന്ന്? അന്ന് സുരേന്ദ്രൻ ADGP ഒറ്റ വാക്കാ പറഞ്ഞ്. എന്താ പറഞ്ഞത്? ഷഹീൻ ബാഗുമായി ബന്ധമുണ്ടെന്നാണ്. എന്താ ഷഹീൻ ബാഗിന്റെ പ്രത്യേകത? അപ്പൊ ഇങ്ങനെ ചില പ്രദേശങ്ങളെ അപരവൽക്കരിക്കുന്ന സംഘപരിവാർ അജണ്ട ഉത്തരവാദിത്തപ്പെട്ട ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെന്താ അറിയോ? കടത്തും പൊട്ടിക്കലും ഹവാലയും നികുതി വെട്ടിപ്പും ഇതെല്ലാം പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമാണ് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും പോലീസിനും കസ്റ്റംസിനും ഒക്കെ ഉള്ളത്. ഇതിനൊന്നും ഒരു തർക്കമില്ല. ഇവിടെ നമ്മൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. അൻവറിന് ആദ്യം മറുപടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് 2 പ്രയോഗം നടത്തിയിട്ട് മലപ്പുറത്താണെന്ന്. അത് വേറെ ഒന്നുമല്ല പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ 2 പ്രയോഗം എന്ന് പറഞ്ഞാൽ ഈ ഹവാലയുടെ കണക്കും സ്വർണം പൊട്ടിച്ച കണക്കും ഉരുക്കുന്ന അളവും ഒക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞു മലപ്പുറത്താണ് 2 എന്നൊരു പ്രയോഗം നടത്തി. സമാനം അതിൻ്റെ കുറച്ചുകൂടി വിശദീകരിച്ചതാണ് പിന്നീട് ഹിന്ദുവിനോട് അഭിമുഖത്തിൽ. അവിടെയാണ് പ്രശ്നം. എന്താ പറയുക, അത് കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ സമൂഹത്തെക്കുറിച്ച് തെറ്റായ ധാരണ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് ചില ഏജൻസികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ വിശ്വസിക്കുന്നത് ഒരു കേരളത്തിൻ്റെ മതനിരപേക്ഷ ബോധം വളരെ കൃത്യമാണ്. സംഘപരിവാറിനെ ജനാധിപത്യപരമായി കേരളം പ്രതിരോധിക്കുന്നുണ്ട്. അത് പലപ്പോഴും അപ്പോൾ രാഷ്ട്രീയമായി അവബോധമുള്ളൊരു സമൂഹം അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ എപ്പോഴും ഉപയോഗിക്കാവുന്നൊരു സംഗതിയാണിത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ന്യൂനപക്ഷങ്ങൾ അനർഹമായി നേടുന്നു. നമ്മളത് പൊതുചർച്ചയ്ക്ക് വെച്ചു. ഞാൻ പറഞ്ഞു ഒരു സ്കൂൾ ഇപ്പോൾ അന്ന് തെറ്റിദ്ധാരണയാണ് പലയിടത്തും സർക്കാർ മുസ്ലിം സ്കൂളെന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്? ആ സ്കൂളിൻ്റെ ചരിത്രം എന്താ? ആ സ്കൂള് മുസ്ലിങ്ങൾ തുടങ്ങിയ സ്കൂളാണ്, സർക്കാർ ഏറ്റെടുത്തു. 1 സെന്റ് ഭൂമി പോലും ഒരു പ്രൈമറി സ്കൂൾ തുടങ്ങാൻ ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് കൊടുത്തിട്ടില്ല. ഉദ്യോഗ പ്രാതിനിധ്യം നമുക്ക് ചർച്ച ചെയ്യാം, പാർലമെന്റ് സംവിധാന പ്രാതിനിധ്യം ചർച്ച. ഞാൻ എന്താണ് വെള്ളാപ്പള്ളി അങ്ങനെ പറയാൻ കാരണം? അതിന് ആ പറയുന്നതിന് ചില രാഷ്ട്രീയ അജണ്ടയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ അപരവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ സജീവമായ രാഷ്ട്ര സ്വഭാവത്തിൽ അതിന് ആക്കം കൂട്ടാൻ സഹായകരമാകും. അതാ എൻ്റെ പ്രത്യേകത. ത്രിതല പഞ്ചായത്തിന് രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ടതല്ല ഇപ്പോഴത്തെ നിലപാട്. അതാണ് സാഹചര്യങ്ങളിലെ പ്രാദേശിക പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ത്രിതല പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയ നിലപാടൊക്കെ. ഇത് ഞാൻ പറഞ്ഞത്, ഇത് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചുള്ള സമീപനമാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദമാഷ് പറഞ്ഞെന്തറിയോ? 2 വലിയ സംവിധാനങ്ങളാണ് UDF-നെ പിന്തുണച്ച്. മുസ്ലിം ലീഗൊന്നും അല്ല, കോൺഗ്രസും അല്ല, SDP ആണെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ SDP-യുടെ വളർച്ചയെക്കുറിച്ചൊരു ധാരണ അദ്ദേഹത്തിനുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അൻവറിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നതിനാ എങ്ങനെ ഞാൻ DYFIയുടെ എന്തോ ഏരിയ ഭാരവാഹിയാണ് എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു.
പക്ഷെ SDP ആളാണെന്ന് പറഞ്ഞൊരു ബൈറ്റ് ഒരു ചാനൽ ഞാൻ മൊത്തം നോക്കി. കാരണം ഞങ്ങളുടെ ആളുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ഇത്തരം സംഘങ്ങളിൽ എത്തിപ്പെടാൻ ശ്രദ്ധിക്കുന്ന ഒരു പാർട്ടിയാണ്. കാരണം ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ. അപ്പോൾ അണികൾ അങ്ങനെ പോകാൻ പാടില്ല, പ്രസംഗം കേൾക്കരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അബദ്ധത്തിൽ പെടാൻ സാധ്യത നമ്മളത് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഗതി ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു ചാനലിലും. അടുത്ത തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രസ്താവന മുമ്പുണ്ടായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് MLA-മാരുണ്ടാകും. 2047 തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണം ഞങ്ങൾ പിടിക്കും. ഇപ്പോഴത്തെ നീക്കങ്ങൾ അതുമായിട്ട് എന്താ ബന്ധം? അതെന്താ പറയുക, നമുക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ വലിയ വിശ്വാസമാണ്. ജനങ്ങളുടെ രാഷ്ട്രീയ നിരക്ഷരതയാണ് സാമ്പ്രദായിക പാർട്ടികളുടെ വോട്ട് ബാങ്ക്. രാഷ്ട്രീയമായി സാക്ഷരവൽകൃതമായാൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സോഷ്യൽ ഡെമോക്രസി എന്ന ഭരണഘടനാപരമായ ഭരണഘടനാ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് സമം എന്ന് പറയാവുന്ന ഈ ആശയത്തെ ജനങ്ങൾ സ്വീകരിക്കും. കാരണം അത്തരം സാമൂഹ്യ സ്ഥിതി രാജ്യത്തുള്ളത്. ഈ രാജ്യത്ത് നമുക്കറിയാം, പിണറായി സർക്കാരും മോഡി സർക്കാരും ഒക്കെ നടപ്പിലാക്കുന്ന സാമ്പത്തിക സംവരണം ഉൾപ്പെടെ, ജാതി സെൻസറുകളുടെ നിലപാട് ഉൾപ്പെടെ, അടിസ്ഥാന ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളുടെ മുഖം തിരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ധാരണ ഉണ്ടാക്കി കൊടുത്താൽ ഞങ്ങൾക്ക് ഈ സംവിധാനത്തിൽ അഥവാ ജനങ്ങളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റിയാൽ ഈ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. കാലദൈർഘ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാം. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ നിയമപരമായി എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നു? അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇത് രാഷ്ട്രീയമാണല്ലോ, ഇതേതെങ്കിലും വ്യാപകാരത്തിന് വിധേയമാക്കേണ്ടതല്ല. ഇത് രാഷ്ട്രീയമായൊരു വഴിതെറ്റിലാണ് മുഖ്യമന്ത്രിയുടെ. അപ്പോൾ ഞങ്ങളുടെ ശരി ഞങ്ങൾ അവതരിപ്പിക്കുന്നു.